blessing today. വളരെ അനുഗ്രഹം കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നും ഞാൻ കാണാറുണ്ട് 7 മണിക്ക് TV. ദൈവത്തെ കൂടുതൽ അറിയുവാനും ബ്രദറിൻ്റെ പ്രസംഗം വളരെയേറെ അനുഗ്രഹമായി തന്നെ തീരുന്നുമുണ്ട്. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇതുവരെ 100 കണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാ സ്പോൺസേഴ്സിനോടും വെൽ വിഷേഴ്സിനോടും പാർട്ട്നേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന 2 പേർ ചേർന്നാണ്. ഒന്നാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒനീറ്റ വർഗീസ് ഫ്രം എറണാകുളം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ സഹോദരിക്കായി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ സിസ്റ്റർ ഒനീറ്റ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഈ സഹോദരിയെ കർത്താവെ എല്ലാ നന്മകളാലും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ശരീരത്തിൻ്റെ മേൽ ദൈവികമായ ഒരു വലിയ വിടുതലും ദൈവികമായ ഒരു വലിയ ഹീലിങ്ങും കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ സ്പിരിച്വലി കർത്താവ് ഈ പുതിയ വർഷം സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വി ബ്ലെസ് ഹെർ മിനിസ്ട്രി ഫാദർ. വി ബ്ലെസ് ഹെർ ഫാമിലി ലൈഫ്. വി ബ്ലെസ് ഹെർ വാക്ക് വിത്ത് ജീസസ്. എല്ലാ മേഖലകളിലും ദൈവിക അനുഗ്രഹങ്ങളാൽ നിൻ്റെ മകളെ സ്വർഗത്തിൽ നിന്നുള്ള മഞ്ഞും മഴയും പെയ്ച്ച് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തൊരു സ്പോൺസർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് കാക്കനാട് നിന്നുള്ള രവീന്ദ്രന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, തൻ്റെ ഡയബറ്റീസിൽ നിന്നുള്ള സമ്പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തൻ്റെ പ്രോപ്പർട്ടി സംബന്ധമായ കേസിൽ വളരെ അനുകൂലമായ ഒരു വിധി ഉണ്ടാകുവാനും ആ പ്രോപ്പർട്ടി വിൽക്കുവാനും പുതിയതൊന്ന് വാങ്ങുവാനും എത്രയും വേഗം അങ്ങ് സഹായിക്കണമേ എന്നങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. തൻ്റെ സഹോദരൻ സുരേന്ദ്രന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തനിക്ക് ലഭിക്കുവാനുള്ള 1 ലക്ഷം രൂപ എത്രയും വേഗം തിരികെ ലഭിക്കുവാനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഈ സഹോദരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. റാന്നി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. കിളിമാനൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 20 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, കിളിമാനൂർ, തിരുവനന്തപുരം. എനിക്കേശുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. അനുദിനവും കൈകൾ അടിച്ചുകൊണ്ട് അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. അനുദിനവും അനുഗമിപ്പാൻ അവൻ നല്ല മാതൃകയാകുന്നെനിക്ക്. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. ആനന്ദ ജീവിത വഴിയിൽ നിന്ന് അനുഗ്രഹമായി എന്നെ നടത്തിയിടുന്നു. എല്ലാവരും ചേർന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് അവൻ എന്നെ ചിറകടിയിൽ. മറന്നിടാതെ വീടെന്നെ കരുതിയിടുവാൻ
മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. If you have the faith of God, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, if you have the favor of the Lord, ദൈവത്തിന്റെ പ്രസാദമുണ്ടെങ്കിൽ, Daniel chapter 11 ദാനിയേൽ 11 അധ്യായം verse number 32 says, 32 വചനം പറയുന്നു, they that know their God shall be strong and shall do exploits. അവരുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. Hallelujah. Hallelujah. This is a challenge for us. ഇത് നിങ്ങൾക്കുള്ളൊരു വെല്ലുവിളിയാണ്. If you know your God, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, if you know that you have the favor of the Lord, ദൈവത്തിന്റെ അനുകൂലത നിങ്ങൾക്കുണ്ടെങ്കിൽ അറിയാമെങ്കിൽ, you will start doing great things for the Lord. നിങ്ങൾ കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിക്കാൻ പോവുകയാണ്. Shout hallelujah. ഒരു വലിയ ഹല്ലേലൂയ. Clap your hands. കരങ്ങളെ ചേർത്തടിച്ച് Give him a praise offering. ഉറക്കെ കരങ്ങളെ ചേർത്തടിച്ച് യേശുവിനെ ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിച്ചാൽ. Praise God. ഹല്ലേലൂയ. Now it is time for bringing the next Bible character. അടുത്ത ബൈബിൾ കഥാപാത്രത്തെ കൊണ്ടുവരാനുള്ള സമയമാണ്. The next Bible character is Joseph. അടുത്ത ബൈബിളിലെ കഥാപാത്രം യോസഫാണ്. Hallelujah. ഹല്ലേലൂയ. Genesis chapter 37 ഉൽപ്പത്തി പുസ്തകം 37 verse number 3. മൂന്നാമത്തെ വാക്യം. Now Israel means Jacob, loved Joseph more than any of his other sons, because he had been born to him in his old age, and he made an ornate robe for him. തന്റെ വാർദ്ധക്യത്തിലുള്ള പുത്രനാകയാൽ ഇസ്രായേൽ എന്നാൽ യാക്കോബ് യോസെഫിനെ മറ്റു പുത്രന്മാരെക്കാൾ അധികമായി സ്നേഹിച്ചു. പാദം വരെ എത്തുന്ന ഒരു നീണ്ട കുപ്പായം അദ്ദേഹം അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. Jacob had 12 sons. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. He was the 11th one. ഇതാ യോസെഫ് 11ാമനാണ്. Hallelujah. Hallelujah. And he was born in his old age. മാത്രമല്ല യോസെഫ് യാക്കോബിന്റെ വാർദ്ധക്യകാലത്ത് ജനിച്ചവനാണ്. Because of some reasons, ചില കാരണങ്ങൾ കൊണ്ട് the father had a special favor for Joseph. ഈ പിതാവിന് യോസേഫിനോട് ഒരു പ്രത്യേക മമത ഉണ്ടായിരുന്നു. There was one more son. ഒരു മകൻ കൂടി ഉണ്ട്. His name was Benjamin. അവന്റെ പേര് ബെന്യാമീൻ എന്നാണ്. Even though there were 11 other sons, 11 മറ്റു മക്കൾ കൂടി ഉണ്ടായിരുന്നിട്ടും he had a special favor for Joseph. അവന് യോസേഫിനോട് വളരെ പ്രത്യേകതയുള്ളൊരു മമത ഉണ്ടായിരുന്നു. Because he had the favor of his father, ആ യോസേഫിന് തന്റെ പിതാവിന്റെ പ്രീതി ഉണ്ടായിരുന്നതുകൊണ്ട് he received a special gift from the father. പിതാവിൽ നിന്ന് വളരെ സവിശേഷമായ ഒരു സമ്മാനം അവന് കിട്ടി. What was that? എന്തായിരുന്നു അത്? A coat, a robe of many colors. ഒത്തിരി വർണ്ണങ്ങളാൽ നിറഞ്ഞ നിറത്തിലുള്ള ഒരു നല്ല കുപ്പായം. A special costume. ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രം. Now this was a sign of the favor of his father. തന്റെ പിതാവിന് തനിക്കുണ്ടായിരുന്ന പ്രത്യേക ആ അനുകൂലതയെ കാണിക്കുന്നതാണിത്. Hallelujah. Hallelujah. Now Joseph had a very good, close, intimate relationship with his father. യോസേഫിന് തന്റെ പിതാവായ യാക്കോബുമായി വളരെ അടുത്ത അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. The other sons were not like that. മറ്റു പുത്രന്മാർ അങ്ങനെ ആയിരുന്നില്ല. They were grown ups and they had their own ways, and they did many things stealthily without the knowledge of Jacob. അവർ മറ്റു മക്കളെല്ലാവരും അങ്ങനെ ആയിരുന്നില്ല. അവർ മുതിർന്ന് സ്വയമായി വളർന്നു വലുതായി അവർ പിതാവിൽ നിന്നും അകന്ന് അവരുടെ പിതാവ് അറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നവരായിരുന്നു. If you have a very good, intimate, close relationship with your heavenly Father, you will also have the favor from him. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗീയ പിതാവുമായി നല്ല ആരോഗ്യകരമായ അഭേദ്യമായ അടുത്ത ബന്ധമുണ്ടെങ്കിൽ ഒത്തിരി ദൈവത്തിന്റെ പ്രസാദം നിങ്ങൾക്ക് ലഭിക്കും. And you will receive a special robe from him. അവനിൽ നിന്നും സവിശേഷമായ ഒരു വസ്ത്രം നിങ്ങൾക്ക് ലഭിക്കും. Hallelujah. Hallelujah. In other words, the favor of Joseph's father was covering him like a robe. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ യോസേഫിന്റെ മേൽ യാക്കോബിനുണ്ടായിരുന്ന അവനുള്ള പ്രീതി, ആ പ്രീതിയായിരുന്നു അവനെ ചുറ്റും കവർ ചെയ്തുകൊണ്ടിരുന്നത്. In the same way, അതുപോലെ തന്നെ because we have the favor of God, ദൈവത്തിന്റെ പ്രസാദം നമുക്കുള്ളത് കൊണ്ട് the favor of God is enveloping us. ദൈവത്തിന്റെ പ്രീതി നമ്മളെ ചുറ്റിയിരിക്കുകയാണ്. We are inside the favor cover of the heavenly Father. ദൈവത്തിന്റെ അനുകൂലതയുടെ മറവിൻ കീഴിലാണ് നമ്മൾ വസിക്കുന്നത്. Hallelujah. Hallelujah. Now let us read Genesis chapter 39. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം വായിക്കാം. Starting from verse number 2. രണ്ടാമത്തെ വാക്യം മുതൽ. The Lord was with Joseph.
യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. I request you to underline it. നിങ്ങൾ എല്ലാവരും അത് അടിവരയിടണം. Hallelujah. Hallelujah. So that he prospered. അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. Underline, he prospered. അവൻ അഭിവൃദ്ധി പ്രാപിച്ചു എന്നുള്ളത് അടിവരയിടുക. We are going to analyze this scripture portion. നമ്മൾ ഈ തിരുവെഴുത്ത് വിശകലനം ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. If you have the favor of the Lord, ദൈവത്തിന്റെ അനുകൂലത നിങ്ങൾക്കുണ്ടെങ്കിൽ, result number 1, you will prosper. ഒന്നാമത്തെ ഫലം എന്നുള്ളത് നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും. I want you to read it again. നിങ്ങൾ അത് വീണ്ടും വായിക്കണം. The Lord was with Joseph so that he prospered. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ അഭിവൃദ്ധി പ്രാപിച്ചു. Hallelujah. Hallelujah. Everybody say prosperity comes because of the favor of the Lord. എല്ലാവരും പറയുക, ദൈവത്തിന്റെ പ്രസാദത്താൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. Say it again. ദൈവത്തിന്റെ പ്രസാദത്താൽ അഭിവൃദ്ധി ഉണ്ടാകുന്നു. Hallelujah. Hallelujah. If you have the favor of the Lord, നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുകൂലതയുണ്ടെങ്കിൽ you will prosper day by day. നിങ്ങൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കും. Hallelujah. Hallelujah. Then it says, and he lived in the house of his Egyptian master. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിൽ അവൻ ജീവിച്ചു പോന്നു. I believe you know the story, the entire story of Joseph. നിങ്ങൾക്ക് യോസേഫിന്റെ മുഴുവൻ കഥ അറിയാമെന്ന് ചിന്തിക്കുന്നു. Because he had the favor of the father, അവന് പിതാവിന്റെ അനുകൂലത ഉണ്ടായിരുന്നതുകൊണ്ട് all other brothers started envying him. മറ്റു സഹോദരന്മാരെല്ലാം അസൂയ പൂണ്ടു. And he was put in a pit. അവനെ പൊട്ടക്കുഴിയിലേക്ക് ഇട്ടു. And from the pit he was sold out to Ishmaelites. ആ പൊട്ടക്കുഴിയിൽ നിന്നും അവൻ മിസ്രയീമിലേക്ക് വിൽക്കപ്പെട്ടു. And a man called Potiphar purchased him as a slave. പൊത്തീഫർ എന്ന വ്യക്തി അവനെ ഒരു അടിമയായി അവനെ വിലയ്ക്ക് വാങ്ങി. Right now, ഇപ്പോൾ even though he has the favor of the Lord, ദൈവത്തിന്റെ അനുകൂലത തന്റെ മേൽ ഉണ്ടെങ്കിലും he was going through very difficult situations in life. വളരെ വളരെ ദുർഘടമായ ഒരു സമയത്തിലൂടെ അവൻ കടന്നു പോവുകയാണ്. I have a message for you. നിങ്ങൾക്ക് ഒരു സന്ദേശമുണ്ട്. Sometimes ചിലപ്പോൾ even the favor of the Lord does not guarantee you a trouble-free life. ദൈവത്തിന്റെ അനുകൂലത ഉണ്ടെങ്കിൽ പോലും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം അത് വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ because of the favor of the Lord, ദൈവത്തിന്റെ ആ അനുകൂലത മുഖാന്തരം you will be victorious in every situation. നിങ്ങൾ ഒരു ജയാളിയായി എല്ലാത്തിന്റെ മേലും ജയാളിയായിരിക്കും. Circumstances will not crush you. സാഹചര്യങ്ങൾ നിന്നെ ഞെരുക്കുകയില്ല. You will crush the situations and will become victorious. നിങ്ങൾ സാഹചര്യങ്ങളെ ഞെരുക്കി നിങ്ങൾ അതിന്മേൽ വിജയിക്കും. വളരെ സ്പെഷ്യലായി ഒരു കാര്യം പറയുവാനാണ് ഈ സന്ദേശത്തിൻ്റെ ഇടയിൽ ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷങ്ങൾ കൊണ്ട് ഈ ബ്ലെസ്സിങ് ടുഡേ ലോകം എമ്പാടും അനേക ലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കത്തുകളിലൂടെയും അല്ലാതെയും സാക്ഷ്യങ്ങളിലൂടെയൊക്കെ അറിയുമ്പോൾ കർത്താവിനോട് ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ. മാത്രമല്ല, ഇതിനെ സ്പോൺസർ ചെയ്യുവാൻ 100 കണക്കിന് പേർ എല്ലാ ദിവസവും മുന്നോട്ട് വരുന്നതും വലിയൊരു പ്രോത്സാഹനമാണ്. അപ്പോൾ തന്നെ ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ നമ്മുടെ 1000ാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ ബ്ലെസ്സിങ് ടുഡേയിലെ ടീം പല പ്രാവശ്യം ഇരിക്കുകയും പ്ലാൻ ചെയ്യുകയെല്ലാം ചെയ്യുമ്പോൾ എങ്ങനെ ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രോഗ്രാമാക്കി മാറ്റാം എന്ന് ഇപ്പോൾ ചിന്തിക്കുകയും അതുപോലെ പ്ലാൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങൾ തുടർച്ചയായി ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഉള്ളിൽ പല നിർദ്ദേശങ്ങളുണ്ടായിരിക്കും, സജഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം, ഈ പ്രോഗ്രാം കൂടെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇങ്ങനൊരു വ്യത്യാസം വരുത്തിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും, വളരെ വിലപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും അടുത്ത ഒരാഴ്ചക്കകം ബ്ലെസ്സിങ് ടുഡേ ഓഫീസിൽ എത്തത്തക്ക രീതിയിൽ കത്ത് വഴിയായോ അല്ലെങ്കിൽ SMS വഴിയായോ ഫോൺ വിളിച്ചോ അതല്ലെങ്കിൽ suggestions@blessingtoday.tv എന്ന ഇമെയിലായിരിക്കും വളരെ എളുപ്പം. അത് സാധിക്കുന്ന എല്ലാവരും അത് ചെയ്യുക. വേഗത്തിൽ തന്നെ നമുക്ക് അത് ഡിസ്ക്രിപ്റ്റീവായി നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരിഗണിച്ച് അതിൽ സാധിക്കാവുന്നതെല്ലാം ചെയ്ത് ഈ ബ്ലെസ്സിങ് ടുഡേ കൂടുതൽ പേർക്ക് അനുഗ്രഹമായി മാറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എത്രയും വേഗം ഇതിനോട് റെസ്പോണ്ട് ചെയ്യുക. Verse number 3. മൂന്നാം വചനം. Then his master saw that the Lord was with him and that the Lord gave him success
in everything he did. യഹോവ അവനോട് കൂടെയുണ്ട് എന്നും അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അവന് വിജയം നൽകുന്നുവെന്നും അവന്റെ യജമാനൻ കണ്ടു. Underline success. അവിടെ വിജയം എന്ന വാക്ക് നിങ്ങൾ അടിവരയിടുക. So when you have the favor of the Lord, ദൈവത്തിന്റെ അനുകൂലത ലഭിക്കുമ്പോൾ, number 1, ഒന്ന്, you have prosperity. നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു. Number 2, രണ്ട്, you have success. നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നു. Now verse number 4, 4, Joseph found favor in his eyes and became his attendant. 4-ാം വചനം, യോസേഫിന് അയാളുടെ പ്രീതി ലഭിക്കുകയും അവൻ അയാളുടെ പരിചാരകനായി തീരുകയും ചെയ്തു. As I told you, ഞാൻ പറഞ്ഞതുപോലെ, many times when you have the favor of the Lord, you will also have the favor of men. നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുകൂലത ഉള്ളപ്പോൾ തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് മനുഷ്യരുടെ അനുകൂലത ലഭിക്കും. Hallelujah. Hallelujah. Now what happens? എന്ത് സംഭവിച്ചെന്ന് നോക്കാം. Potiphar put him in charge of his household and he entrusted to his care everything he owned. അവനെ പോത്തിഫർ തന്റെ ഗൃഹകാര്യങ്ങളുടെ അധികാരിയായി നിയമിക്കുകയും തനിക്കുള്ളതെല്ലാം അവനെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. What is that? ഓ നോക്കൂ. What is that? എന്താണത്? Promotion. ഇതാ സ്ഥാനക്കയറ്റം. Hallelujah. Hallelujah. So you have prosperity. നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ട്. Oh, I am really excited. You have success. ഓ നോക്കൂ, നിങ്ങൾക്ക് വിജയമുണ്ട്. And promotion is coming. ഇതാ സ്ഥാനക്കയറ്റം വരികയാണ്. He is a slave boy. അവനൊരു അടിമ A ബാലനല്ലേ? slave boy is promoted. ഇതാ അടിമ ഇതാ സ്ഥാനക്കയറ്റം And ലഭിക്കുകയാണ്. he is becoming the steward of the household. അവൻ മൊത്തം ഗൃഹത്തിന്റെയും കാര്യവിചാരകനായി മാറിയിരിക്കുന്നു. Hallelujah. Hallelujah. I am speaking about you. ഞാൻ നിങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Because you have the favor of the Lord. ദൈവത്തിന്റെ അനുകൂലത നിങ്ങൾക്കുള്ളതുകൊണ്ട് You'll have prosperity. നിങ്ങൾക്ക് അഭിവൃദ്ധിയുണ്ട്. You'll have success. നിങ്ങൾക്ക് വിജയമുണ്ട്. You'll have promotion. നിങ്ങൾക്ക് സ്ഥാനക്കയറ്റമുണ്ട്. Shout a hallelujah. ഒരു വലിയ ഹല്ലേലൂയ. Praise God. ഹല്ലേലൂയ. Verse number 5. 5-ാമത്തെ വചനം. From the time he put him in charge of his household and of all what he owned, the Lord blessed the household of the Egyptian because of Joseph. ഇങ്ങനെ അയാൾ അവനെ തന്റെ ഭവനത്തിന്റെയും തന്റെ സ്വത്തുക്കളുടെയും മേലധികാരിയായി നിയമിച്ചപ്പോൾ മുതൽ യഹോവ യോസേഫ് നിമിത്തം അയാളുടെ ഭവനത്തെ അനുഗ്രഹിച്ചു. The blessing of the Lord was on everything Potiphar had, both in the house and in the field. വീട്ടിലും വയലിലും ഉണ്ടായിരുന്ന സകലത്തിന്റെ മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. Hallelujah. Hallelujah. Here is the fourth one. ഇതാ 4-ാമത്തെ കാര്യം. Blessings. അനുഗ്രഹങ്ങൾ. When you have the favor of the Lord, ദൈവത്തിന്റെ അനുകൂലത ഉണ്ടെങ്കിൽ blessings will be coming to you. അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരും. Blessings will be flowing through you. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഒഴുകും. Through all others around you. നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് അത് ഒഴുകും. You'll become a channel of the blessings of the Lord. കർത്താവിന്റെ അനുഗ്രഹങ്ങളുടെ ഒരു വഴിയായി നിങ്ങൾ മാറും. All because you have the favor of God. ഒറ്റ കാരണം നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുകൂലതയുണ്ട്. Shout one more hallelujah. ഒരു ഹല്ലേലൂയ കൂടെ. One more hallelujah. ഒരു ഹല്ലേലൂയ കൂടെ. ഈ നിൽക്കുന്ന സഹോദരിയുടെ പേര് ശാന്തിനി എന്നാണ്. തൻ്റെ മകൻ പ്രജിത്തിൻ്റെ ഒരു സാക്ഷ്യവുമായിട്ടാണ് താൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ പ്രജിത്ത് കോയമ്പത്തൂർ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ശമ്പളം തീരെ കുറവായിരുന്നു. അതുകൂടാതെ തന്നെ ചില കാരണങ്ങളാൽ ഈ മകൻ്റെ മേലുള്ള അല്ലാത്ത കുറ്റം കൊണ്ട് ആ മകനെ ആ കമ്പനിയിൽ നിന്നും അവർ പുറത്താക്കി 1 മാസത്തെ ശമ്പളം കൊടുക്കാതെ പറഞ്ഞു വിട്ടു. ഈ സഹോദരി പറയുന്നത് എങ്ങനെയാണ്, വളരെ വിഷമത്തോടു കൂടി ഇവരായിരുന്ന ദിവസങ്ങളിൽ ഇവർ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൂടാതെ പ്രെയർ ഡയറിയിൽ ഈ മകന് ഒരു പ്രെയർ ഡയറി വാങ്ങിച്ചു. ആ മകൻ ആ പ്രെയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, എനിക്കൊരു നല്ലൊരു ശമ്പളം കൂടുതലുള്ള ഒരു കമ്പനിയിൽ ജോലി കിട്ടണം, സ്വന്തമായൊരു വാഹനം വേണം, അങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങൾ എഴുതി വെച്ച് ആ മകൻ പ്രാർത്ഥിച്ചു. സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥിച്ചതിന് 5 ദിവസത്തിന് ശേഷം പ്രെയർ ഡയറി വാങ്ങിച്ചു, അതിലെഴുതി വെച്ച് പ്രാർത്ഥിച്ച് 5 ദിവസത്തിന് ശേഷം പാലക്കാടുള്ള ഒരു കമ്പനിയിൽ അവന് ജോലി ലഭിച്ചു. സാലറി കൂടുതലുള്ള ഒരു ജോലി ലഭിച്ചു. അതുകൂടാതെ കഴിഞ്ഞ ആഴ്ചയിൽ അവന് സ്വന്തമായ ഒരു ബൈക്ക് വാങ്ങുവാൻ ദൈവം ഇടയാക്കി. പ്രാർത്ഥിക്കുന്നവരുടെ മുൻപിൽ
തുറക്കുന്ന വഴികൾ വലുതാണ് എന്ന് ഈ സാക്ഷ്യം വ്യക്തമാക്കുകയാണ്. ഈ സഹോദരി പറയുന്നതും അങ്ങനെയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം ഇവരുടെ സാമ്പത്തികമായ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയായിത്തീർന്നു. റാന്നി ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. കിളിമാനൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെപ്റ്റംബർ 20 ശനിയാഴ്ച. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, കിളിമാനൂർ, തിരുവനന്തപുരം. ഈ പ്രാർത്ഥനാ സമയത്ത് നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. ഒരിക്കൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്നപ്പോൾ യേശു അന്ന് ആ സമയത്ത് നിന്നിരുന്ന വീടിനകത്ത് സ്ഥലമില്ലാഞ്ഞിട്ട് ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടെ, കിടക്കയോടുകൂടെ ആ രോഗി യേശുവിൻ്റെ മുൻപിൽ എത്തിച്ചത് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം, ആ 4 പേരുടെ വിശ്വാസം ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ കർത്താവ് ആ രോഗിയെ സൗഖ്യമാക്കി ആ കിടക്ക എടുത്തുകൊണ്ട് അദ്ദേഹം ഭവനത്തിലേക്ക് നടന്നു. ഇതുപോലെ വി ഹാവ് ടു എക്സർസൈസ് അവർ ഫെയ്ത്ത്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നല്ല, നമ്മുടെ വിശ്വാസത്തെ പ്രാവർത്തികമാക്കുമ്പോൾ കർത്താവ് വേഗത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. കണ്ണുകൾ അടയ്ക്കുക. അപ്പോൾ തന്നെ 2 കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടി കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മുടെ മനസ്സുയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, അത്ഭുതകരമായ വിടുതലുകൾ അങ്ങ് കൊടുക്കണമേ. അനേക വർഷങ്ങൾ പഴക്കമുള്ള ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അമ്മിണി എന്ന് പേരുള്ളൊരു സഹോദരി ആസ്മ രോഗത്തിൽ നിന്ന് പരിപൂർണമായും പുറത്തു വരുന്നു. ഒത്തിരി പഴക്കമുള്ളൊരു ആസ്മ രോഗമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അമ്മിണി മാത്രമല്ല, അതോട് ചേർന്ന് ആസ്മ രോഗമുള്ള ആർക്കും വിശ്വസിക്കാം. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അതുപോലെ ബ്രസ്റ്റിൽ മുഴയോ തടിപ്പോ ആയി വല്ലാതെ ഭയന്നിരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇൻ ജീസസ് നെയിം. നട്ടലിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ മസിലുകൾ വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. ആമാശയത്തിനകത്തുള്ള തകരാറുകൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. രക്തത്തിനകത്തുള്ള തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹാർട്ടിൻ്റെ തകരാറുകൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഏതോ പ്രായമുള്ള സഹോദരന്മാരിലുള്ള പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൻ്റെ പ്രയാസങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. രക്തക്കുഴലുകളിലുള്ള തകരാറുകൾ സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ മാറിപ്പോട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. രോഗം ഏതാണെങ്കിലും കൈനീട്ടി ഈ സമയത്ത് നിങ്ങളുടെ രോഗസൗഖ്യത്തെ സ്വീകരിക്കാൻ തുടങ്ങുക. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർ ഈ സമയത്ത് വിശ്വസിക്കുക. ദമ്പതികൾ അടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിച്ച് വിശ്വസിക്കുക. അല്ലെങ്കിൽ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി കർത്താവിൽ നിന്നും സ്വീകരിക്കുക. യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായ വിടുതലുകൾ എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരങ്ങ് തൊടണമേ. മാനസിക സമാധാനത്താൽ നിറയ്ക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രോപ്പർട്ടി സംബന്ധമായ പ്രയാസങ്ങൾ കർത്താവ് വിടുതൽ നൽകുന്ന ഞാൻ കാണുന്നു. ജീസസ് നെയിം. ബിസിനസ് സംബന്ധിച്ച് ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന വ്യക്തികൾ ഒരു വലിയ വിടുതലുണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ അത്ഭുതകരമായി ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. നമ്മുടെ ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച റാന്നിയിലും അതിനടുത്ത ദിവസം കിളിമാനൂരുമാണ്. തീർച്ചയായും വരണം. നിങ്ങളെ വ്യക്തിപരമായി ക്ഷണിക്കുന്നു. ഒറ്റയ്ക്ക് വരരുത്. അടുത്തുള്ളവരെയും ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെയും അറിയാവുന്നവരൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന നന്മകളെല്ലാം ഓരോ ദിവസവും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക.
അതുപോലെ തന്നെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രാർത്ഥനാ ഡയറി, ആശിഷമാരി, സെർമൺ നോട്ട് കീപ്പർ, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ പല പുസ്തകങ്ങളും അവൈലബിളാണ്. അതുപോലെ അഭിഷേകത്തിൽ പ്രസംഗിക്കപ്പെട്ട സന്ദേശങ്ങളുടെ CD-കൾ, അതുപോലെ ആരാധന ഗീതങ്ങളുടെ CD-കൾ, ആരാധന ഗീതങ്ങൾ അടങ്ങിയ പുസ്തകം, ഇതെല്ലാം ലഭിക്കുവാൻ നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. കർത്താവ് ഇതിലൂടെ അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ, മാർക്കറ്റിൽ വെച്ച് ഒരാളെ കാണുമ്പോൾ, ഓഫീസിൽ വെച്ച് കാണുമ്പോൾ പറയുക, അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവ് ധാരാളമായി ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ. ബൈബിൾ ആനിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ തേരും തേരാളിയുമേ എന്ന് ആരെക്കുറിച്ച് പറഞ്ഞു? ഹൂ സെഡ് അബൌട്ട് ഹൂം, ഓ മൈ ഫാദർ, the chariots of Israel and the horsemen? Options: A. യോവാഷ് ഏലീശയെ കുറിച്ച്, B. യോവാഷ് യെരോബെയാമിനെ കുറിച്ച്, C. യോവാഷ് ആഹാബിനെ കുറിച്ച്, ആൻഡ് D. യോവാഷ് മെനഹേമിനെ കുറിച്ച്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് ഓയം ബോക്സ് നൽകുന്ന പ്രത്യേക സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.